ഒരു വർഷം 466 വൈദ്യുതി അപകടങ്ങൾ, അതിൽ 242 പേര് മരിച്ചുപോയി. അത് എവിടെയല്ല, നമ്മളെ കൊച്ചു കേരളത്തിലാണ്. നിങ്ങളെ വീടുകളിൽ അതേപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങൾ സുരക്ഷിതമാണ് ഒരിക്കലുമല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. വെറും ന്യൂസായിട്ട് നിങ്ങൾ കാണരുത്, നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് ആയിട്ട് തന്നെ കാണണം. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺക്വാളിഫൈഡ് ഇലക്ട്രീഷ്യന്മാരാണ്. അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ്, പഴയ വയറിങ്, ELCBകൾ അതേപോലെ തന്നെ MCCBകൾ എന്നൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ലൂസ് കോണ്ടാക്ട്സ് ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല, അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടില്ല, കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടുള്ള ഉറപ്പ് വരുത്തുന്നില്ല. നമ്മളുടെ ഒരു നാട്ടിലൊരു സിസ്റ്റം വെച്ച് കുറച്ച് കാലം ഒരു ഇലക്ട്രീഷ്യനായി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ കീഴിൽ പോയി എന്നുള്ളത് കൂടുതൽ ഒരു വയറിങ് ഏൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസൈൻസ് കൊടുക്കുക. ഇതിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC ഇതിനെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട നാട്ടിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ELCB, MCB ഒക്കെ വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രോപ്പറായിട്ടല്ല. ELCB കുറച്ച് കാലം കഴിഞ്ഞാൽ ട്രിപ്പായി കഴിഞ്ഞാൽ അവരെ തന്നെ വന്നിട്ട് അതെന്താ പറയുക, ലൂപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. കാരണം പെട്ടെന്ന് അത് തലേന്ന് ഒഴിവാക്കുന്നത്. എന്തുകൊണ്ടാണ് ELCB ട്രിപ്പ് ആവുന്നത്? ഒരു ELCB മതിയോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ELCB പോരാ. വീടിന്റെ വലുപ്പത്തിനും വീടിന്റെ ലോഡിനും അനുസരിച്ച് ELCBയുടെ എണ്ണം കൂട്ടണം. അതേപോലെ തന്നെ 30 ml ELCB ഉണ്ട്, 100 ml ELCB ഉണ്ട്, 10 ml ELCB ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻസ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീടുകൾ സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ സുരക്ഷിതമായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുമല്ലോ. താങ്ക്